തല്ലും അടിയും അക്രമവും കള്ളക്കേസുണ്ടാക്കലും ഭീഷണിയും ഇതൊക്കെ ന്യായീകരിക്കുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. കാരണം നമ്മൾ സിനിമകളിൽ പോലും അക്രമങ്ങളും അതുപോലുള്ള തോന്നിവാസങ്ങളൊക്കെ കാണിക്കുന്ന നായകനെ കൈയടിപ്പിച്ച് പഠിപ്പിച്ചെടുക്കുകയാണ് ഒരു സമൂഹത്തിന്. വി ആർ ബിൽഡിങ് ദ കൺട്രി. അത് എപ്പോഴും ഓർത്തോണം. നമ്മളെല്ലാവരും നമ്മുടെ ഈ പ്രവൃത്തികളിലൂടെ നമ്മുടെ രാജ്യത്തെ തന്നെയാണ്, അല്ലെ നമ്മുടെ രാജ്യത്തിൻ്റെ പുതിയ തലമുറയാണ് ഓർഗനൈസ് ചെയ്തെടുക്കുന്നത്. നമ്മൾ അക്രമങ്ങളും തോന്നിവാസങ്ങളും ഒക്കെ, അത് മതത്തിൻ്റെ പേരിലായാലും രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും ജാതിയുടെ പേരിലായാലും എന്തിൻ്റെ പേരിലാണെങ്കിലും ഇതുപോലുള്ള തെറ്റായ കാര്യങ്ങളെ നിയമം കയ്യിലെടുക്കുന്നതും കള്ളക്കേസിൽ കൊടുക്കുന്നതും ചതിക്കുന്നതും ഒക്കെ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു രാജ്യം വലിയൊരു കെയോസിലേക്കായിരിക്കും പോകുന്നത്. ആർക്കും ഉറങ്ങാൻ പറ്റില്ല. അതാണ് പ്രശ്നം. എല്ലാവർക്കും വേണ്ടത് സമാധാനമാണ്, എല്ലാവർക്കും വേണ്ടത് സന്തോഷമാണ്. ഈ ലോകം വളരണമെങ്കിലും പുരോഗമിക്കണമെങ്കിലും ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രാജ്യം സൃഷ്ടിച്ചാൽ മാത്രമേ പുരോഗമനം ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ രാജ്യത്തു നിന്ന് പുറത്തേക്ക് ധാരാളം പേര് ഇവിടുത്തെ സൗകര്യങ്ങൾ ശരിയല്ല, ഇവിടുത്തെ രാജ്യം ശരിയല്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഓടുന്നുണ്ട്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് അതൊക്കെ ഇഷ്ടപ്പെടുന്നത്? അവിടെയൊക്കെ ഒരു ഡിസിപ്ലിനും ഒരു കൾച്ചറും ഉള്ളത് കൊണ്ടാണ്. അവിടെ നിയമം ആരും കയ്യിലെടുക്കാത്തത് കൊണ്ടാണ്. അവിടെ അക്രമങ്ങളെ പരിപോഷിപ്പിക്കാത്തത് കൊണ്ടും പ്രചോദിപ്പിക്കാത്തത് കൊണ്ടുമാണ്. ഇത്രയും നമ്മൾ തിരിച്ചറിയുക.